കഴിഞ്ഞ 8 വർഷമായി എൻ്റെ കക്ഷിയെ നന്നായി അറിയാവുന്ന ആളാണ് ഗോവിന്ദ്. അവരുടെ ഭാവി തകർക്കാൻ അയാൾ കരുതിക്കൂട്ടി ചെയ്തതാണ്. ദ കേസ് ഹാസ് ബീൻ ചാർജ് അണ്ടർ സെക്ഷൻ 326A IPC. അതിക്രമം കാണിച്ചയാളെ എൻ്റെ കക്ഷി വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുവർ ഓണർ, എൻ്റെ ക്ലയന്റ് ഗോവിന്ദ് സംഭവം നടന്ന ദിവസം മുംബൈയിൽ ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഏക തെളിവ്. അദ്ദേഹം അവിടെ ഒരു ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അങ്ങയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വാദിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മോള് പറയ്. ഇയാളാണ്. ആളെ ശരിക്കും നോക്കിയിട്ട് പറയൂ. നോക്കിയിട്ട് പറയൂ. ജഡ്ജിയെ നോക്കി മറുപടി പറയണം. ഇയാളാണ് എന്നെ ആക്രമിച്ചത്. എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചത് ഗോവിന്ദ് ബാലകൃഷ്ണൻ. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സർ, ഞാനല്ല ഇത് ചെയ്തത്. ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് മുന്നിലുള്ള ഒരു പബ്ലിക് റോഡിലാണ് ഇത് നടന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ദൃക്സാക്ഷിയെങ്കിലും ഉണ്ടാവില്ലേ സർ? ഒരാളെങ്കിലും. യുവർ ഓണർ, സംഭവം നടന്ന എൻ്റെ തലേ രാത്രിയിൽ ഇയാൾ എൻ്റെ കക്ഷിയുമായി തർക്കിക്കുന്നത് കണ്ട ചില സാക്ഷികളുണ്ട്. പല്ലവിയുടെ ഫ്രണ്ട്സ്. യുവർ ഓണർ, ഇവർ തമ്മിൽ തർക്കിക്കുന്നത് അവർ കണ്ടിരിക്കാം. പക്ഷെ എൻ്റെ കക്ഷി വാദിയെ ആക്രമിക്കുന്നത് അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ വാദം നിലനിൽക്കില്ല. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇടയ്ക്കൊരു പിണക്കമുണ്ടായി. മറ്റാരോ ചെയ്തത് എൻ്റെ ക്ലയന്റാണ് ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവർ. അല്ലെങ്കിൽ ആ പിണക്കത്തിന്റെ പേരിൽ മറ്റാരോ ചെയ്തതിനെ എൻ്റെ ക്ലയന്റിന്റെ മേൽ കെട്ടിവെച്ച് പക തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇവരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എൻ്റെ ക്ലയന്റ്. ഇപ്പോഴും അതിന് വില്ലിംഗ് ആണ്. അത് അവർക്ക് സമ്മതമാണെങ്കിൽ. എൻ്റെ ക്ലയന്റാണിത് ചെയ്തതെങ്കിൽ ഇവരെ സംരക്ഷിക്കാമെന്നൊരു ഡിസിഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവില്ലല്ലോ. ആ പറഞ്ഞതിനോട് വാദിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? What do you mean? അയാൾ തന്ന ഓഫറിനോട് വല്ലതും പറയാനുണ്ടോ? ആൻഡ് മൈൻഡ് യുവർ ലാംഗ്വേജ്. സോറി യുവർ ഓണർ. എൻ്റെ ക്ലയന്റ് കുറെ കാലമായി ഒരു നല്ല ജോലിക്ക് ശ്രമിക്കുകയാണ്. ഇപ്പോൾ റിയാദിൽ നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതാവും. ഇതെല്ലാം പരിഗണിച്ച് എൻ്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ഞാൻ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. പ്രോസിക്യൂട്ടർ, ഇയാൾക്കെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞതാണോ? അതെ യുവർ ഓണർ, ഫൈനൽ സ്റ്റേജിലാണ്. പ്രതി ഗോവിന്ദിന് ഇങ്ങനെ ചെയ്യാനുണ്ടായ മോട്ടീവ് വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രോസിക്യൂഷന് പ്രഥമദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ല. പോലീസ് നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 28 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ പ്രതി ജാമ്യത്തിന് പരിഗണിക്കപ്പെടാൻ അർഹനാണെന്ന് കോടതി കരുതുന്നു. ദാറ്റ് ഈസ് ഇസ് റൈറ്റ്. അതിനാൽ കോടതി പ്രതി ഗോവിന്ദിന് കർശനമായ ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരമൊരു കേസിൽ ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടാറില്ല. എന്നിട്ട് ആ സാധാരണഗതി എന്താ ഇവിടെ ഇല്ലാതെ പോയത്? ചിലപ്പോഴൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജഡ്ജ്. ചിലർ ജാമ്യം കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ലിബറലായിരിക്കും. പിന്നെ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ വിടുക എന്നല്ല അർത്ഥം. കേസ് തീർന്നൊന്നുമല്ല. ജാമ്യം റദ്ദാക്കാൻ നമുക്ക് ഹൈക്കോടതി വഴി മൂവ് ചെയ്യാം. അതിന് എത്ര സമയം വേണ്ടി വരും? ചിലപ്പോൾ 1-2 മാസം. ഹിയറിങ്ങിന് വെക്കുന്ന ഡേറ്റ് പോലെ ഇരിക്കും. ഓഫ് കോഴ്സ് 1-2 മാസം. അതുവരെ അവൻ പുറത്ത് ഫ്രീ. പല്ലവി, ദിസ് ഈസ് ദ റിയാലിറ്റി. കോടതി ചിലപ്പോൾ ശിക്ഷിക്കും, ചിലപ്പോൾ അവധിക്ക് വെക്കും, ചിലപ്പോൾ വെറുതെ വിടും. ഇതിലേതാ സർ റിയാലിറ്റി? ഇതാണ് എൻ്റെ റിയാലിറ്റി. ജീവിതകാലം മുഴുവൻ ഈ മുഖം ഒളിപ്പിക്കണം. വീടിനും വീട്ടുകാർക്കും ഞാനൊരു ഭാരമല്ലെന്ന് ഓരോ മിനിറ്റും സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മോളെ, 14-ാം വയസ്സ് മുതൽ ഞാൻ കണ്ട സ്വപ്നം വേണ്ടെന്ന് വെക്കണം.
ഈ കേസ് നമുക്ക് തുടരാം. ഹിയറിംഗ് പിന്നെ ഒരു മാസം 2 മാസം അല്ലേ? അപ്പീൽ തള്ളിയ പിന്നെയും മാസങ്ങൾ, വർഷങ്ങൾ, അങ്ങനല്ലേ? അപ്പോഴും ഇതേ മുഖമാണ് സർ, അപ്പോഴും ഇതേ റിയാലിറ്റി. ശത്രുവായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പുറകെ പോയില്ലായിരുന്നു. Just got your prize, sir. എനിക്കിത് ചെയ്യിക്കണം. എടാ, ഐ നീഡ് യുവർ ഹെൽപ്പ്. 23rd എൻ്റെ ഫസ്റ്റ് ഫ്ലൈങ് വിത്ത് പാസഞ്ചേഴ്സ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്. എന്ന് വെച്ചാ ഓർക്കുമ്പോൾ കൈ വിറക്കിയാടോ. എല്ലാം എനിക്ക് അറിയാം, പക്ഷെ ചില നേരത്ത് ഭയങ്കര ബ്ലാങ്കാ. പല്ലവി പ്ലീസ് ഇങ്ങോട്ട് വരൂ. എങ്ങോട്ട്? എൻ്റെ അടുത്തോട്ട്, ഡൽഹിയിലോട്ട്. ഞാൻ അവിടെ വന്നിട്ട് ഒന്നും വേണ്ട, എൻ്റെ കൂടെ ഒന്ന് നിന്നാ മതി. വേണമെങ്കിൽ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറുകയും ചെയ്യാം. അല്ലേ വേണ്ട, അത് റിസ്ക്കാ. ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. ഐ നീഡ് യു ഹിയർ. സോറിയാ, എന്തോ? ഐ എം ഓക്കെ. എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ. ഐ മാനേജ്, ഐ പ്രോമിസ്. നീ വിളിച്ചല്ലോ, വരാൻ പറഞ്ഞല്ലോ, അത് മതി. സി, കമ്പനി സെക്രട്ടറി ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് തിങ്. അറിയാമല്ലോ അല്ലേ? ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, ദുബായ്, ഇവിടെയൊക്കെ വലിയ വലിയ കമ്പനികളിൽ നിങ്ങൾ ചെന്നൊന്ന് അന്വേഷിക്കണം. അവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളിലെ സെക്രട്ടറിമാരെല്ലാം എൻ്റെ സ്റ്റുഡൻസ് ആണ്. ശമ്പളം എത്രയെന്നാ? ഇയർലി 5 lakhs. സോ ഓൾ ഓഫ് യു ആർ ലക്കി. Now, let us come back to the syllabus. Module 1, Company Law, Cost Accounting and Management. ഞാൻ വന്നത് സാറിന് മനസ്സിലായി കാണുമല്ലോ. ഇല്ല. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. പലയിടത്തായിട്ടായിരുന്നു ജോലി. ഭാര്യ അവനും ഇവിടെ. അതുകൊണ്ട് ആവശ്യത്തിന് ശ്രദ്ധ ചെലുത്താത്തതിൻ്റെ ഒരു പ്രശ്നം അവനുണ്ട്. പഠിക്കാനും മോശമായി. കേസ് വന്ന പിന്നെ ഷോറൂമിൽ നിന്നും പിരിച്ചുവിട്ടു. റിയാദിൽ നിന്ന് വന്ന ഓപ്പർച്യൂണിറ്റിയും ഏതാണ്ട് പോയ മട്ട. എനിക്ക് ഓഫീസിലെ കുറച്ച് ജോലി തീർക്കാനുണ്ട്. ഒന്നേ ഉള്ളൂ, ഞാൻ എന്തു വേണമെങ്കിലും തരാം. മോളോട് പറഞ്ഞ് കേസ് പിൻവലിക്കണം.